ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവ്യക്ത ശാന്തിയിലൂടെ ഡബിൾ ലൈറ്റ് ഫരിസ്ത സ്വരൂപത്തിൻ്റെ അനുഭൂതി ചെയ്യുന്നതിനായുള്ള ഇന്നത്തെ വിഷയമാണ് പൂർവജൻ എന്ന സ്മൃതി. ഇന്നത്തെ അവ്യക്ത സൂചന: ആരാണോ താങ്കളുടെ സമീപ സമ്പർക്കത്തിലേക്ക് വരുന്നത് അവർ തിരിച്ചറിയണം, ഇവർ ആത്മീയതയും അലൗകികതയുമുള്ളവരാണെന്ന്. തൻ്റെ പൂർവജ സ്മൃതിയിലൂടെ എല്ലാ ആത്മാക്കളുടെയും പാലന ശാന്തിയുടെ ശക്തിയിലൂടെ ചെയ്യും. താങ്കളുടെ കടമയാണ് അശാന്തിയുടെ അന്തരീക്ഷത്തിൽ ആത്മാക്കൾക്ക് ശാന്തിയുടെ ദാനം ചെയ്യുക എന്നുള്ളത്, അവരിൽ ശാന്തിയുടെ സഹനശക്തിയുടെ ധൈര്യം നിറയ്ക്കുക എന്നുള്ളത്. ഇതിനുവേണ്ടി തൻ്റെ വൃത്തിയിലൂടെ മനസാശക്തിയിലൂടെ വിശേഷ സേവനം ചെയ്യൂ. ലൈറ്റ് ഹൗസായി സർവർക്കും ശാന്തിയുടെ പ്രകാശം നൽകൂ. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മോഹിനി ദീദിജിയിൽ നിന്നും കേൾക്കാം. ഓം ശാന്തി. ബാബ ആത്മീയ രൂപത്തിൽ നമ്മളോട് പറയുകയാണ്, നമ്മളെല്ലാവരും പൂർവജരാണ്. ഒരു വീട്ടിലും പൂർവികരുണ്ടാകുമല്ലോ. സംഗമയുഗത്തിൽ നിന്നുമായിക്കോട്ടെ സത്യയുഗത്തിൽ നിന്നുമായിക്കോട്ടെ നമ്മൾ പാർട്ട് അഭിനയിക്കാൻ തുടങ്ങിയല്ലോ. ഏറ്റവും ആദിയിലെ പാർട്ടായതുകൊണ്ട് പൂർവജർ എന്ന് പറയും. അതിനാൽ കൽപ്പവൃക്ഷത്തിലാണെങ്കിലും വേരുകളിലാണ് തപസ്വിനിമാർ അല്ലെങ്കിൽ തപസ്വികളിരുന്ന് തപസ് ചെയ്യുന്നതായിട്ട് നമ്മുടെ പൂർവജർ ആദ്യരത്നങ്ങളിരിക്കുന്നതായിട്ട് കണ്ടിരിക്കുന്നത്. ആ വേരിലൂടെ നമ്മൾ എന്ത് വെള്ളമാണോ കൊടുക്കുന്നത് ആ ജലം ഓരോ ഇലകൾ വരയ്ക്ക്, ഏറ്റവും അറ്റത്തുള്ള ഇലകൾ വരയ്ക്ക് എത്തിച്ചേരും. അതായത് നമ്മളെപ്പോഴും ചെടി അഥവാ വൃക്ഷത്തിൻ്റെ കടക്കിലാണല്ലോ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ വെള്ളം താഴത്തേക്കാണ് പോവുക. പക്ഷേ ആ താഴെ പോയ വെള്ളം വീണ്ടും വേരുകൾ വലിച്ചെടുത്ത് മുഴുവൻ വൃക്ഷത്തിനും നൽകുന്നു. നോക്കൂ, ബ്രഹ്മബാബയെ കൽപ്പവൃക്ഷത്തിൻ്റെ മുകളിൽ നിൽക്കുന്നതായിട്ടാണല്ലോ കാണുന്നത്. ബാബ ബീജരൂപനാണ്. അതിനാൽ നമ്മൾ പൂർവജാത്മാക്കൾ നമുക്ക് എന്ത് ചെയ്യണം? ആരെല്ലാമാണോ താങ്കളുടെ സമീപ സംബന്ധത്തിലേക്ക് വരുന്നത് അവർക്ക് ഈ ഒരു അനുഭൂതി ഉണ്ടാകണം. ഇവരിൽ ആത്മീയത അഥവാ അലൗകികത നിറഞ്ഞിട്ടുണ്ട്. മുന്നിലിരിക്കുന്നവർക്ക് വൈബ്രേഷൻസിലൂടെ അറിയാൻ സാധിക്കും. നമ്മൾ എവിടേക്ക് പോവുകയാണെങ്കിലും അവർക്ക് വൈബ്രേഷൻസ് പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിലൂടെയാണ് അവരുടെ സേവനം പോലും നടക്കുന്നത്. നമ്മളെപ്പോഴും എവിടെ പോകുമ്പോഴും ബ്ലെസ്സിങ് കാർഡ് വയ്ക്കാറുണ്ടല്ലോ. തൻ്റെ പൂർവികനാണെന്നുള്ള സ്മൃതിയിലൂടെ. ബാബ സ്മൃതിയുടെയും സമർത്ഥതയുടെയും കാര്യം പറഞ്ഞിരുന്നു. സ്മൃതിയിലാണ് ശക്തിയുള്ളത്, സമർത്ഥതയുള്ളത്. അതിനാൽ തൻ്റെ പൂർവജൻ എന്ന സ്മൃതിയിലൂടെ സർവ്വ ആത്മാക്കളുടെയും പാലന സഹജമായും ഉണ്ടാകുന്നു. ശാന്തിയുടെ ശക്തിയിലൂടെ ഓരോരുത്തരുടെയും പാലന ഉണ്ടാകുന്നു. ഡ്രാമ അനുസരിച്ച് എന്ത് തന്നെ സംഭവിച്ചാലും ശാന്തമായിരിക്കും. ശാന്തമായിരിക്കുന്നതിലൂടെ മറ്റ് പല ശക്തികളും വന്നു ചേരും. അതിനാലാണ് ശാന്തിയുടെ ശക്തി തന്നെ ആദ്യം പറയുന്നത്. ഏറ്റവും ആദ്യം മിണ്ടാതിരിക്കണം, സാക്ഷിഭാവത്തിൽ കാണണം, ശാന്തമായിരിക്കൂ. പിന്നീട് തൻ്റെ സ്മൃതി എമർജ് ചെയ്യുക. അതിലൂടെ എന്ത് ശക്തി നമുക്ക് ആവശ്യമാണോ, അത് ക്ഷമയായിക്കോട്ടെ അല്ലെങ്കിൽ ധൈര്യമായിക്കോട്ടെ, എന്താണെങ്കിലും ആദ്യം ശാന്തമായി മനസ്സിനെ വയ്ക്കണം. സർവ്വ ആത്മാക്കളുടെയും പാലന ശാന്തിയുടെ ശക്തിയിലൂടെയാണ് സംഭവ്യമാകുന്നത്. ശാന്ത സ്വഭാവത്തിൽ സ്ഥിതി ചെയ്യണം. താങ്കളുടെ കടമയാണ്. പൂർവജരുടെ കടമ എന്താണ്? അശാന്തിയുടെ വായുമണ്ഡലത്തെ പോലും ലോകത്തിലുള്ള സർവ്വ ആത്മാക്കൾക്കും ശാന്തിയുടെ ദാനം ചെയ്യുക എന്നുള്ളത്. അവരിൽ ശാന്തിയുടെയും സഹനശക്തിയുടെയും സഹയോഗം നൽകണം. ശാന്തമായിരിക്കുന്നതിലൂടെ സഹിക്കാനും സാധിക്കുള്ളൂ. അശാന്തമാണ് മനസ്സെങ്കിൽ സഹിക്കാൻ സാധിക്കില്ല. അതിനാൽ തൻ്റെ വൃത്തി അഥവാ മനോഭാവത്തിലൂടെ മനസാശക്തിയിലൂടെ വിശേഷ സേവനം ചെയ്യണം. നമുക്കിത് മുഴുവൻ ദിവസം ചെയ്തുകൂടെ?
എപ്പോൾ വേണമെങ്കിലും ഏത് കാര്യം വന്നാലും കേട്ടാലും ശാന്തമായിരിക്കുക. ശാന്തമായിരിക്കുക അർത്ഥം നമുക്ക് സഹിക്കാനും സാധിക്കും ആവശ്യമാണെങ്കിൽ. അതിനായി തൻ്റെ വൃത്തിയിലൂടെ മനസ്സാശക്തിയിലൂടെ വിശേഷ സേവനം ചെയ്തുകൊണ്ടേയിരിക്കണം. ലൈറ്റ് ഹൗസായി സർവർക്കും ശാന്തിയുടെ പ്രകാശം നൽകൂ. ലൈറ്റ് ഹൗസായി ലൈറ്റ് കൊടുക്കാനായിട്ടാണ് പറയുന്നത് സാധാരണ. ഇന്ന് ബാബ ശാന്തിയുടെ പ്രകാശം നൽകാൻ പറയുന്നു, അതുപോലെ ശക്തിയുടെ പ്രകാശവും നൽകാൻ പറയുന്നു. അപ്പോൾ ഏത് ഗുണം അഥവാ ഏത് ശക്തിയാണോ നാം അനുഭവം ചെയ്യുന്നത് അതിൻ്റെ പ്രകാശം പോയിക്കോളും. ഇന്നത്തെ കാലത്ത് ഇതെല്ലാവർക്കും ആവശ്യമാണല്ലോ. പരിതസ്ഥിതി, സ്വഭാവം, സംസ്കാരം ഒക്കെ പല പ്രകാരത്തിലാണുള്ളത് പലരുടെയും, ഓരോരുത്തർക്കും ഓരോ തരത്തിൽ. അതുകൊണ്ട് ഓരോരുത്തർക്കുമുള്ളിൽ ശാന്തിയുടെ ശക്തി, അതിലും ഏറ്റവും കൂടുതൽ സഹനശക്തി ഇല്ല എങ്കിൽ പരിതസ്ഥിതി എങ്ങനെ നമുക്ക് നേരിടാൻ സാധിക്കും? അതായത് നമ്മുടെ സ്വഭാവം, നമ്മുടെ ശരീരം, നമ്മുടെ സംബന്ധം, ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ അശാന്തി ഉളവാക്കുന്ന കാര്യങ്ങൾ ഇതിലൂടെ ഉണ്ടാകും. അപ്പം അതുകൊണ്ട് ഞാൻ പൂർവജനാണെന്നുള്ള സ്മൃതിയിൽ ശാന്തിയുടെ ശക്തി എമർജ് ചെയ്യൂ. എനിക്ക് മറ്റുള്ളവരെ പാലിക്കണം, അതാണ് എൻ്റെ ധർമ്മം. നമ്മളത് ചെയ്തുകൊണ്ടിരുന്ന് നോക്കൂ, അത് നമ്മുടെ ഒരു ധാരണയായിട്ട് മാറും. അതായത് ചിലരെക്കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ, ഇന്ന സഹോദരി ശാന്തിയുടെ മൂർത്തി തന്നെയാണ്, എന്ത് സംഭവിച്ചാലും ശാന്തമായിരിക്കും. അവരുടെ ദിനചര്യയിൽ ശാന്തിയുടെ ശക്തി പൂർവജൻ്റെ സ്മൃതിയിൽ ഇരുന്നു കൊണ്ട് സർവർക്ക് നൽകണം. വൃത്തിയിലൂടെ, മനസ്സിലൂടെ, വായുമണ്ഡലത്തിലൂടെ വൈബ്രേഷൻ വ്യാപിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ ശാന്തിയുടെ ശക്തിയിലൂടെയാണ് എല്ലാ തരത്തിലുള്ള പരിതസ്ഥിതികളെയും പരിവർത്തനപ്പെടുത്തിയിരുന്നത്. ആരെങ്കിലും തർക്കിക്കാനായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ശാന്തിയുടെ ശക്തി പ്രയോഗിക്കും. എന്ത് പരിതസ്ഥിതിയാണെങ്കിലും ശാന്തിയുടെ ശക്തിയാണ് നമ്മൾ പ്രയോഗിച്ചിരുന്നത്. ഓം ശാന്തി.